മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാം പറഞ്ഞതിന് ശേഷം മഹി കണ്ണനോട് ചോദിക്കുന്നുണ്ട്, മഞ്ജുവിന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മഞ്ജുവിന് എന്ത് കൊടുക്കണം എന്നുള്ളത് എനിക്കറിയാം, അവൾക്ക് എന്തായാലും കൊടുക്കണം, പക്ഷേ ഇപ്പോൾ വേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എന്ന് കണ്ണൻ മഹിയോട് പറയുകയാണ്. പിന്നീട് മഞ്ജു മേഘൻ്റെ അവിടെ നിന്ന് വരികയാണ്. വന്നതിന് ശേഷം കണ്ണൻ മഞ്ജുവിനോട് പറയുകയാണ്, നീ എന്തായാലും ഇവിടെ ഇരുന്ന് മുഷിയണ്ട. അതേപോലെ മഹിയും പറയുന്നുണ്ട്, നീ ഓഫീസിലേക്ക് പോയിക്കോ, ഇടത്ത് നമ്മുടെ കൂടെ ഓഫീസിലേക്ക് പോയിക്കോ, നിനക്ക് കുറച്ച് സമാധാനം കിട്ടും, നിൻ്റെ മനസ്സിനും ഒരു ശരിയാവും, പിന്നീട് നമുക്ക് എന്താണ് പറഞ്ഞാൽ ചെയ്യാമെന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടത് ഭയങ്കര സന്തോഷമാണ് മഞ്ജുവിന്. ഏതായാലും വെറുതെ ഇവിടെ ഇരുന്നിട്ട് മനസ്സ് വെറുതെ വിഷമിപ്പിക്കുകയല്ലാതെ ഇനി എന്തായാലും മേഘൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നിങ്ങനെ തീരുമാനിച്ചിട്ട് എല്ലാവരും അവർ ജോലിക്ക് പോവുകയാണ് കേട്ടോ. ഉണ്ണിയും മഞ്ജുവും അതുപോലെ ലക്ഷ്മിയും കണ്ണനും എല്ലാവരും പോവുകയാണ്. കരുണയ്ക്ക് ആകെ ഈഗോ ആവുകയാണ്. കാരണം കരുണ മഞ്ജുവിനേക്കാളും കൂടുതൽ പഠിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടും കരുണയ്ക്ക് ഒരു ജോലി കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ കരുണ അതങ്ങനെ പ്രതാപനോട് വിളിച്ച് പറയുകയാണ് കേട്ടോ, ഞാനിവിടെ അടുക്കളയിൽ കിടന്ന് ഇതാവണം, എനിക്ക് അവിടെ ഒരു ജോലി എങ്ങനെയെങ്കിലും ശരിയാക്കണം, മഞ്ജുവിനും കൂടി ജോലി കൊടുത്തു എന്ന് പറയുകയാണ്. പിന്നീട് പ്രതാപൻ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. പോയതും കണ്ണൻ ചോദിക്കും, എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്താ എനിക്കിങ്ങോട്ടേക്ക് വന്നൂടെ, കമലേശ്വരത്തിൽ എനിക്കെന്താ വരാൻ പാടില്ലേ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് വരണം, കരുണയുടെ അച്ഛനായിട്ട് വരാം, അത്ര തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പ്രതാപം അങ്ങനെ വിചാരിക്കുകയാണ്, ഞാനിപ്പോൾ വന്നത് പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മഞ്ജുവിന് ജോലി കൊടുത്തല്ലോ, ഞാൻ ആർക്ക് ജോലി കൊടുക്കണം, എന്ത് വേണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം. എന്തായാലും മഞ്ജുവിന് എന്തായിരുന്നു പ്രശ്നം, മഞ്ജുവിന് മേഘൻ്റെ കൂടെ ഇരുന്നാൽ പോരെ, എന്തിനാണ് അവൾ വന്നത്, ഇപ്പോഴത്തെ ആമ്പിള്ളേർക്ക് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതിനൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ എന്ന് പ്രതാപം കണ്ണനോട് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഉണ്ണിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മോളെ ന്യായീകരിക്കുകയോ അതോ ഉണ്ണിയെ ന്യായീകരിക്കുകയോ ഏതാ നിങ്ങൾ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കേണ്ടത് കേട്ടോ. അതിനുശേഷം വന്ന കാര്യമൊന്നും പറയില്ല. എന്തായാലും കരുണയ്ക്കൊരു ജോലി വേണം എന്നുള്ളതാണ് പ്രതാപൻ്റെ ആവശ്യം. അത് എന്നോട് പറയണ്ട, അവളുടെ ഏടത്തിയുണ്ടല്ലോ, ഏടത്തിയോട് അവൾ നേരിട്ട് സംസാരിക്കട്ടെ, അതിൽ നമ്മളൊന്നിനും ഒരു കാര്യത്തിനും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പ്രതാപം മഞ്ജുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. മഞ്ജു പറയും, ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു, എന്തായാലും എൻ്റെ അച്ഛനെയും അതുപോലെ എൻ്റെ കണ്ണേട്ടനെയും ഇങ്ങനെയെല്ലാം ചെയ്തത് പ്രതാപൻ അങ്കിളാണ്, അതെനിക്കറിയാം, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപൻ അങ്കിളുടെ കാര്യം എന്താണെന്ന് അറിയുമല്ലോ എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, മോൾ എന്തായാലും ഈ ഒരു കാര്യവും പറയരുത്, മോൾ എന്തൊക്കെയാണ് പറയണത്, അങ്ങനെയൊന്നും അല്ല പറയും, എനിക്കറിയാം ലോറി കയറ്റിയിട്ട് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം എന്നിങ്ങനെ പറയാണ്. മേഘൻ്റെ കൂടെ മോൾക്ക് ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കും. എനിക്ക് ശരിയും തെറ്റും എനിക്കറിയാം, എൻ്റെ മനസ്സിനോടും ഞാനത് എൻ്റെ കണ്ണേട്ടനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. പ്രതാപന് ഒരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങനെ വഷളായി പോവുകയാണ്. അതേസമയം വാമദേവനും ഉണ്ണിയും കൂടി സംസാരിക്കുകയാണ്. അവൾക്ക് ഫൈനാൻസ് മാത്രമല്ല ഇവിടേക്കും വരും, കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അവൾ വരും വലിയ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നിനക്കൊരു അവസരം, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു പോകാൻ പാടില്ല, അതിന് വേണ്ട ഹെൽപ്പ് ഞാൻ ചെയ്യാം, നീ അതിന് വേണ്ടത് ചെയ്യണം, ഇതൊരു അവസരമാണ് എന്ന് പറഞ്ഞ് അവർ മഹാലക്ഷ്മിയെ അവിടെ വെച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. പക്ഷേ ഒരിക്കലും മഹാലക്ഷ്മിക്ക് ഒന്നും പറ്റില്ല, പറ്റുന്നത് നമ്മുടെ ഉണ്ണിക്കായിരിക്കും.